മോനെ മനു, നല്ലൊരു ചോദ്യമാണ്. ഭൂമി, ലോകം, പ്രപഞ്ചം. നിന്നെപ്പോലെ തന്നെ മുത്തച്ഛനും ആദ്യമേ ഇതുപോലെ വയസ്സായല്ലോ ജനിച്ചത്. മുത്തച്ഛനും നിൻ്റെ ഈ പ്രായം കഴിഞ്ഞാണ് വന്നത്. മുത്തച്ഛനും ഇതുപോലുള്ള 100,000 സംശയങ്ങളും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി മുത്തച്ഛൻ ഇങ്ങനെ നടന്നിരുന്നു. മുത്തച്ഛൻ്റെ അച്ഛനോടും മുത്തച്ഛനോടുമൊക്കെ പല കാര്യങ്ങളും ഇതുപോലെ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ മോൻ കാണുന്നില്ലേ, നമ്മൾ ഇരുന്ന് സംസാരിച്ച് കുറച്ച് കഴിഞ്ഞ ഉടനെ മഴ പെയ്യുന്നു. എവിടെന്നോ കുറച്ച് ജലം നമുക്ക് മേൽ പതിക്കുന്നു അല്ലേ? കൂടെയുള്ളതുകൊണ്ട് നനയാതെ നമ്മൾ നടക്കുന്നു. രാത്രിയായാൽ നക്ഷത്രങ്ങളെ കാണുന്നു, രാവിലെ ആയാൽ സൂര്യൻ ഉദിക്കുന്നു, വൈകുന്നേരമാകുമ്പോൾ സൂര്യൻ അസ്തമിച്ച് ചന്ദ്രൻ വരുന്നത് പോലെ തോന്നുന്നു അല്ലേ മോനെ? അതേ മുത്തച്ഛ, ഇതെല്ലാം എങ്ങനെ നടക്കുന്നു? ഇതിനെയാണോ പ്രപഞ്ചം അല്ലെങ്കിൽ ലോകം എന്ന് പറയുന്നത്? മോനെ മനു, ഇതെല്ലാം ഈ ലോകത്തിൻ്റെ ഭാഗമാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മൾ ഈ അനന്തസാഗരം, കടൽ ഭൂമിയിൽ കാണുന്നത് പോലെ അനന്തമായ, ഒരിക്കലും ആർക്കും എവിടെയാണ് ഇതിൻ്റെ ആരംഭമെന്നോ എവിടെയാണ് ഇതിൻ്റെ അവസാനമെന്നോ അറിയാത്ത രീതിയിൽ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. മനസ്സിലായില്ലല്ലോ മുത്തച്ഛ? അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും, ആരായിരിക്കും ഇത് നിർമ്മിച്ചത്, എവിടെയായിരിക്കും ഇതിൻ്റെ തുടക്കം? വീണ്ടും ഉത്തരം മുട്ടിക്കുന്ന ചോദ്യമാണല്ലോ മനു. ആർക്കും അതിൻ്റെ ഉത്തരം അറിയില്ല. ഇത്ര കണ്ട് ലോകം വളർന്നു, ഇത്ര കണ്ട് കണ്ടുപിടുത്തങ്ങളുണ്ടായി, ശാസ്ത്രം വളർന്നു, സയൻസ് ഉണ്ടായി. പക്ഷേ മനുഷ്യന് ഇതുവരെയും ഇത്രയും വർഷമായും അതിനൊരു ശാശ്വതമായ ഉത്തരം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇനി കണ്ടെത്താൻ കഴിയുമെന്നും തോന്നുന്നില്ല. അതെന്താ മുത്തച്ഛ അങ്ങനെ പറഞ്ഞത്? ഇപ്പോൾ എന്തെല്ലാമോ കണ്ടുപിടുത്തങ്ങളില്ലേ? ഇല്ല മോനെ, എത്ര ശാസ്ത്രം വളർന്നാലും നമ്മൾ ഈ കൊച്ചു ഭൂമിയിലല്ലേ ജീവിക്കുന്നത്. ആദ്യം തന്നെ മനുഷ്യർ എത്രമാത്രം വഴക്കുകൂടി. ഭൂമി പരന്നതാണ്, വളരെ ഫ്ലാറ്റാണ്, ഉരുണ്ടതല്ല, ഉരുണ്ടതാണെങ്കിൽ വീണു പോവില്ലേ, അതിന് തന്നെ എന്തെല്ലാം തർക്കങ്ങൾ, കൊല്ലും കൊലയും. പിന്നെ ഭൂമി ഉരുണ്ടതാണെന്ന് മനസ്സിലാക്കി, എത്രയോ ഗ്രഹങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ സൂര്യനെ കാണുന്നു, സൂര്യൻ എത്ര ചെറുതല്ലേ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ. അതേ മുത്തച്ഛ, നല്ല വെളിച്ചം തരും, പക്ഷെ വളരെ ചെറുത് എന്ന് നമുക്ക് തോന്നുന്നു. പക്ഷെ ശാസ്ത്രീയമായി എന്താണ് കണ്ടുപിടിച്ചത്? എത്ര 10 ലക്ഷത്തിന് മുകളിൽ ഭൂമിയെ, അത്രത്തോളം ഭൂമി, 10 ലക്ഷത്തിന് മുകളിൽ ഭൂമിയെ സൂര്യനകത്ത് ഒരു പാത്രമായി സങ്കല്പിച്ചിട്ടാൽ കൂടിയും എന്താകുന്നു? അവിടെയും ആ സൂര്യൻ്റെ വലിപ്പം അത്രത്തോളം വലുതാണ്. ഒരു 10 ലക്ഷം ഭൂമി സൂര്യനാകുന്ന ഒരു പാത്രത്തിനകത്തിട്ടാലും അത് നിറയുന്നില്ല. അപ്പോൾ അത്ര വലുതാണ് സൂര്യൻ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ സൂര്യനാണ് ലോകത്തിലെ ഏറ്റവും വലിയൊരു നക്ഷത്രമെന്നോ എന്തെങ്കിലും? അതും പറയാൻ പറ്റില്ല. ഇതിനേക്കാളും എത്രയോ 1000 മടങ്ങ് സൂര്യനെപ്പോലെ 10 ലക്ഷം 20 ലക്ഷം ഇട്ടാൽ അത്ര വലിയ വേറെ ഗ്രഹമുണ്ടാവാം, നക്ഷത്രമുണ്ടാവാം. അപ്പോൾ ഈ ചോദ്യത്തിന് ഒരു ശാശ്വതമായ ഉത്തരമില്ല. അതിന് ഒറ്റ ഉത്തരം ഇതിൽ പറഞ്ഞാൽ അനന്തം. നമ്മൾ ഇംഗ്ലീഷിൽ ഇൻഫിനിറ്റി ആയിട്ട് അങ്ങനെ കിടക്കുക. ഇത് മുത്തച്ഛൻ അറിയാവുന്ന രീതിയിൽ മുത്തച്ഛൻ ചെറിയ രീതിയിൽ മോന് ഒന്ന് പറഞ്ഞു തന്നതാണ്. ഇതേ ചോദ്യം മോൻ്റെ അച്ഛനോട് ചോദിച്ചാലോ അമ്മയോട് ചോദിച്ചാലോ വേറൊരു സുഹൃത്തിനോടോ വേറെ മുതിർന്നവരെടുത്തോ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ്റെ അടുത്തോ ചോദിച്ചാൽ അവർ പറയുന്ന ഈ പ്രപഞ്ചം എന്താണ്, ഭൂമി എന്താണ്, ഈ ലോകം എന്താണ്, എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അവർ വേറെ ഉത്തരം പറയും. അപ്പോൾ അപ്പൂപ്പ, മുത്തച്ഛ, ഇതിലുള്ള മൃഗങ്ങൾ എങ്ങനെ ഉണ്ടായി, പക്ഷികൾ എങ്ങനെ ഉണ്ടായി, ആരാണ് ഇവരെയൊക്കെ സൃഷ്ടിച്ചത്? അതല്ലേ പറഞ്ഞത് മകനെ. ഇത് നമുക്ക് ആർക്കും ഇതിന് ശാശ്വതമായ ഒരു ഉത്തരം
നൽകാൻ കഴിയില്ല. പക്ഷേ ഒരു ഉത്തരം മാത്രം മുത്തച്ഛന് പറയാൻ പറ്റും. അതെന്താ മുത്തച്ഛ ആ ഉത്തരം? അത് ശാശ്വതമാണോ? അത് ശാശ്വതമല്ല. മനുഷ്യനെന്ന ഒരിക്കലും ആർത്തി തീരാത്ത മനുഷ്യൻ്റെ ഒരു സ്വഭാവമുണ്ടല്ലോ, ഇനിയും വേണം ഇനിയും വേണം, എന്തെല്ലാമോ നേടണമെന്ന്. അത് ഈ പ്രപഞ്ചത്തെപ്പറ്റി അറിയാത്തത് കൊണ്ട്. ഈ ഭൂമി എന്ന ഒരു ഇട്ടാവട്ടം, അതായത് നമ്മൾ ഒരു പേപ്പറിൽ ഒരു പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ ഒരു ഫുൾ സ്റ്റോപ്പ്, ഒരു കുത്ത് ഇട്ടാൽ ഈ പ്രപഞ്ചത്തിൽ അതിൻ്റെ അത്ര പോലും വലിപ്പമില്ലാത്ത ഈ ഭൂമിയിലിരുന്ന് ഞാനാണ് വലുതെന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരും രാജ്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. രാജ്യങ്ങളായിട്ട് അവർ തന്നെ തീരുമാനിച്ച്. അങ്ങനെ ചില വിഡ്ഢികളായ മനുഷ്യരുടെ കുറേ നേരം ഇങ്ങനെ ജീവിക്കുന്ന ഒരു സ്ഥലമായി മാറി ഇന്ന് ഈ ഭൂമി. ശരിക്കും ഭൂമി നല്ലൊരു സ്വർഗമായ എന്ന് പറയുന്ന അത്ര സുന്ദരമായ ഒരു സ്ഥലം. കുറച്ച് ആൾക്കാരെങ്കിലും നല്ല രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ട് മാത്രം ഈ ഭൂമി അങ്ങനെ പോകുന്നു. മോൻ ചോദിച്ച ലോകവും ഭൂമിയും പ്രപഞ്ചവും ഒരിക്കലും ആർക്കും അതിൻ്റെ ഉത്തരം നൽകാൻ കഴിയില്ല. പക്ഷേ അത് മനോഹരവും സുന്ദരവുമാണ് എല്ലാവരും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിച്ചാൽ. അപ്പോൾ എനിക്ക് ഒരു കാര്യം പിടികിട്ടി. അതെന്താ മോന് മനസ്സിലായ? മോൻ്റെ ഉത്തരം ശാശ്വതമാണോ? അതേ മുത്തച്ഛ, അത് ശാശ്വതമാണ്. എങ്കിലും എനിക്കതൊന്ന് പറഞ്ഞു തന്നേ. അതെന്തെന്നാൽ സ്നേഹിച്ച് ജീവിച്ചാൽ, സ്നേഹത്തോടെ മനുഷ്യൻ ജീവിക്കുന്ന ഇടമേതോ അതാണ് പ്രപഞ്ചം. നീ കൊള്ളാമല്ലോടാ മനു, അതൊരു പുതിയ അറിവാണല്ലോ. വേഗം നടക്ക്, മഴ തീരും മുമ്പേ നമുക്ക് അങ്ങ് വീട്ടിലെത്തണം.